ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ബ്ലാക്ക്ബെറി കീ 2 എന്ന ഒരു ഫോണാണ്. പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ അറിയാൻ സാധിക്കും ഒരു ബ്ലാക്ക്ബെറിയുടെ ഒരു പ്രൗഢി. ആൻഡ്രോയിഡിൻ്റെ വരവോടുകൂടി ബ്ലാക്ക്ബെറി ഒന്ന് പുറകോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും പുതിയൊരു മാർക്കറ്റ് പിടിക്കാനായിട്ട് ആൻഡ്രോയിഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു ഫോൺ ബ്ലാക്ക്ബെറി ഇറക്കുകയാണ്. പക്ഷേ ബ്ലാക്ക്ബെറിയുടെ പണ്ടുണ്ടായിരുന്ന പ്രൗഢിയിൽ ഒരു മാറ്റവും വരുത്താതെ തന്നെയാണ് ഈ ഒരു ഫോൺ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലാണ്. ഒരുപക്ഷെ ബ്ലാക്ക്ബെറി ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ഒരു ഫീൽ അറിയാൻ സാധിക്കും. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് IT-NET ആണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മൊബൈൽ ഫോൺ വാങ്ങിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക പുതിയ ഗാഡ്ജറ്റുകൾ, ലാപ്ടോപ്പുകൾ, അതേപോലെ ഏതൊരു ഡിവൈസുകളും പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഫൈസൽക്ക എന്നാണ് പറയുന്നത്, IT-NET കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയും ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സ് നോക്കാം. കണ്ടോ, വളരെ ബ്ലാക്ക് കളറോട് കൂടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രൗഢിയിൽ യാതൊരുവിധ മാറ്റം വരാത്ത രീതിയിൽ തന്നെയാണ് ബ്ലാക്ക്ബെറി ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഈ ഒരു മൊബൈൽ ഫോൺ ഒന്ന് പൊട്ടിച്ചായിരുന്നു കേട്ടോ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു താല്പര്യം തോന്നി ഇത് ബോക്സൊക്കെ ഒന്ന് പൊട്ടിച്ചു. അതുകൊണ്ട് അത് ഇപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓ, ഇതാണ് നമ്മളുടെ ഫോൺ. സർപ്രൈസ്, ഇത് മാറ്റിവെക്കാം, എന്നിട്ട് ബാക്കി ആക്സറീസ് ഒന്ന് പരിചയപ്പെടാം. ദെൻ ആക്ഷൻ സ്റ്റാർട്ട് ഹിയർ. ഓക്കെ, കൊള്ളാം. ബ്ലാക്ക്ബെറിയുടെ ഈ ഫോണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻ, ക്വിക്ക് ഗൈഡ്, അതേപോലെ തന്നെ നോക്കാം ഈ ഒരു സിം ഇജക്ടറിൽ പോലും അവർ ബ്രാൻഡ് ചെയ്തു എന്നുള്ളതാണ്. നോക്കിയാൽ അവരുടെ ആ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സിം ഇജക്ടറിൽ പോലും അവർ ബ്രാൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ ഒരു പ്രൗഢിയിലും ഒരു മാറ്റം വരാതെയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ. ഓ, വെരി ഗുഡ്. ഒരു ലോഗോയും ഉണ്ട്. നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് സ്റ്റാമ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ ഒന്ന് മാറ്റി വെക്കാം. ദെൻ അടുത്തത് നോക്കട്ടെ, ഈ ഒരു ചെറിയൊരു ബോക്സ് എല്ലാം ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഫുള്ള് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അടുത്തത് നമുക്ക് അഡാപ്റ്റർ, 5 വോൾട്ട് USB ചാർജർ. വാവ്, സൂപ്പർ. ബ്ലാക്ക്ബെറി ഹെഡ്സെറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഗോ ഹെഡ്സെറ്റിൻ്റെ ബാക്കിലും ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്കാണ് ഈ കാണുന്നത്. then അതേപോലെ തന്നെ എക്സ്ട്രാ ഇയർ ബഡ്സും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും ആക്സറീസ് ആണ് ഈ ഒരു ബോക്സിലുള്ളത്. ഇനി നമുക്ക് ഫോണിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഇതാണ് ബ്ലാക്ക്ബെറി കീ 2 എന്ന ഒരു ഫോൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീപാഡോട് കൂടിയിട്ടുള്ളതാണ്. പക്ഷേ ബ്ലാക്ക്ബെറി ഫോൺ ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ഒരു കീപാഡിൻ്റെ ഫീച്ചേഴ്സ്. QWERTY കീപാഡാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കീ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ഡയമെൻഷൻ നോക്കാം. 151.4 ഇൻറ്റു 71.8 ഡയമെൻഷനിലാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ 8.5 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് ആയിട്ട് വരുന്നത്. വെയ്റ്റ് 168 ഗ്രാമാണ്. പക്ഷേ വലിയൊരു വെയിറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ QWERTY കീബോർഡാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ ബോഡിയെക്കുറിച്ച് പറയാം. അലൂമിനിയം ബോഡിയാണ് ഈ കാണുന്നത്. ദെൻ ബാക്കിൽ തന്നെ പ്ലാസ്റ്റിക് ബോഡിയാണ്. ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. ദെൻ ആ ഒരു പ്ലാസ്റ്റിക് ബോഡിയിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്ചർ നമുക്ക് കാണാൻ സാധിക്കും. അതിനേക്കാളുപരി ബ്ലാക്ക്ബെറി അവരുടെ ലോഗോ പെർഫെക്റ്റ് ആയിട്ട് ബാക്കിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമറയെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഡയമെൻഷൻ നോക്കാം. IPS LCD ഡിസ്പ്ലേ ആണ്, അതും ടച്ച് സ്ക്രീനാണ്. ദെൻ ഇനി നമുക്കിതിൻ്റെ റെസൊല്യൂഷൻ പറയുകയാണെങ്കിൽ 1080 ഇൻറ്റു 1620 പിക്സൽസ് ആണ്. 3.2 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ഫുൾ ഡിസ്പ്ലേ ഒക്കെ കണ്ട് പരിചയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്രമാത്രം ഡൈജസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ബ്ലാക്ക്ബെറി യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഫീല് മനസ്സിലാകുകയും ചെയ്യുന്നതാണ്. അലൂമിനിയം ബോഡിയാണെങ്കിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള അലൂമിനിയം ബോഡിയാണ്. പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ്. ദെൻ ഇതിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ വോളിയം റോക്കർ, ദെൻ പവർ ഓഫ് ബട്ടൺസ് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഇതിൻ്റെ അനദർ സൈഡിൽ നമ്മുടെ സിം സ്ലോട്ടുമാണ് ഈ കാണുന്നത്. ദെൻ ബാക്കിൽ തന്നെ ഓഡിയോ ജാക്കും നമുക്ക് കാണാൻ സാധിക്കും. സ്പീക്കേഴ്സും നമുക്ക് കാണാവുന്നതാണ്. ദെൻ ഫ്രണ്ടിൽ തന്നെ 3.5 mm ഓഡിയോ ജാക്കാണ്. ദെൻ വേറെ എടുത്ത് പറയേണ്ടത് കോണിംഗ് കൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഗ്ലാസ്സിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു സ്ക്രാച്ച് പ്രൂഫ്ഡ് ആണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ദെൻ നമുക്ക് സിം ഒന്ന് ഇജക്ടർ കൊണ്ടൊന്ന് ഓപ്പൺ ചെയ്യാം. 2 സിമ്മുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും അത് നാനോ സിമ്മുകളാണ്. അതേപോലെ തന്നെ 256 GB ഒരു മെമ്മറി കാർഡ് നമുക്ക് എക്സ്റ്റേണലി ഉപയോഗിക്കാവുന്നതാണ്. 2 വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. അതായത് 6 GB റാമിൽ തന്നെ
64 GB128 GB ഫോണാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഒറിയോ 8.1 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കോൾകം SDM 660 സ്നാപ്ഡ്രാഗൺ 660 ആണ് ഇതിൻ്റെ ചിപ്സെറ്റ്. അതേപോലെ തന്നെ മെമ്മറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 GB 64 GB അതേപോലെ തന്നെ 128 GB ഇത് അവൈലബിൾ ആണ്. ദെൻ നമുക്ക് ഇതിൻ്റെ ക്യാമറ പാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ തന്നെ ഡ്യുവൽ ക്യാമറയാണ്. ക്യാമറയിൽ തന്നെ 2 ക്യാമറ ഒന്ന് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടും 12 മെഗാപിക്സലാണ്. ഡ്യുവൽ ക്യാമറ 12 മെഗാപിക്സൽ, ഒരു ചെറിയൊരു LED ഫ്ലാഷും നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ 8 MB കൂടിയിട്ടാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അതേപോലെ തന്നെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ HD മോഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ബ്ലാക്ക്ബെറിയിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ഒന്ന് പരിചയപ്പെടാം. നമുക്കിനി ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻ്റ് സെൻസർ അതിൻ്റെ അകത്തുണ്ട്. അത് ഓൾറെഡി ഈ ഒരു കീബോർഡിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. പിന്നെ ഫേസ് റെക്കഗ്നേഷൻ, ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണുകൾക്കും ഉള്ളൊരു ഫീച്ചേഴ്സാണ് ഫേസ് റെക്കഗ്നേഷൻ. അത് ബഡ്ജറ്റ് ഫോൺ അറൗണ്ട് 10,000 റേഞ്ച് മുതൽ തുടങ്ങുന്ന മൊബൈൽ ഫോണുകൾക്ക് ഫേസ് റെക്കഗ്നേഷൻ ഉണ്ട്. അത് ബ്ലാക്ക്ബെറി ഇതിൽ ഇല്ല എന്നുള്ളത് ഒരു പക്ഷേ നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. സൗണ്ട് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ഒരു ഡെഡിക്കേറ്റഡ് മൈക്ക് തന്നെ കമ്പനി ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു പക്ഷേ ഇനി ഏതെങ്കിലും ഒരു യാത്രയിലോ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും ലൗഡായിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു നോയ്സിന് നമുക്ക് ഇല്ലാതെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. 2 കളറുകളിൽ ഫോൺ അവൈലബിൾ ആണ്. ഒന്ന് ഒരു ബ്ലാക്ക്, നമ്മുടെ കയ്യിലുള്ളത് ഒരു ബ്ലാക്ക് കളറാണ്. അതേപോലെ തന്നെ സിൽവർ കളറിലും ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 3500 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. ദെൻ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയേണ്ടത് ക്വിക്ക് ചാർജറാണ്. ഒരു പക്ഷേ നമുക്കൊരു 50% നമുക്ക് ചാർജ് ആകാൻ വേണ്ടിയിട്ട് ഒരു 36 മിനിറ്റ് മതി, പ്ലഗ് ചെയ്തിട്ടാൽ മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ക്വിക്ക് ചാർജ് ഇതിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബ്ലാക്ക്ബെറി ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പക്ഷേ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. അറൗണ്ട് 43,000 റുപ്പീസോളമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ IT നെറ്റിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബട്ട് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഫേസ് റെക്കഗ്നേഷൻ ഇല്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ ഒരു ക്വാളിറ്റിയിലും ഒരു സ്റ്റാൻഡേർഡ് ഫോൺ തന്നെയാണ്. ആൻഡ്രോയിഡ് ആണ്. ദെൻ ക്വർട്ടി കീബോർഡാണ്. കീബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും അത് ആൻഡ്രോയിഡിൻ്റെ സഹായത്തോടു കൂടി ബ്ലാക്ക്ബെറി വീണ്ടും വിപണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ റിവ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സെലക്റ്റീവായുള്ളൊരു ഫോൺ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ മൊബൈൽ ഫോണുകളും നമുക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ചാനലിൽ ഒരു മുഖ്യ പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.